എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഹോം റെമഡീസ് ആയിട്ട് ഇതിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇന്ന് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റിലൂടെ എന്നെ അറിയിക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനലും ഈ വീഡിയോയും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. എൻ്റെ പേര് അമൃത. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒന്നും കൂടി പറയാം. സ്ത്രീകളുടെ യോനി ഭാഗത്തുണ്ടാവുന്ന അല്ലെങ്കിൽ വജൈനൽ ഏരിയയിൽ ഉണ്ടാവുന്ന ഇച്ചിങ്, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, അതിന്റെ ഹോം റെമഡീസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് വജൈനൽ ഇച്ചിങ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അശ്രദ്ധ മൂലം തന്നെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ ഇവിടെ ഹോം റെമഡീസ് പറയുന്നുണ്ട്, എന്നാലും നമ്മൾ ഒരുപാട് ഞാൻ സിംറ്റംസും പറയുന്നുണ്ട്. ആ സിംറ്റംസ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കത് കൂടുതലാണോ അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മുടെ ഹോം റെമഡീസിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം ഹോം റെമഡീസ് ട്രൈ ചെയ്യുക. പിന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നതെന്നും ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ഹോം റെമഡീസ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ഏജിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം ട്രീറ്റ് ചെയ്യാതെ ബെറ്റർ എന്ന് പറയുന്നത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവരുടെ ആ ഒരു പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കുന്നത് തന്നെയായിരിക്കും. കുറച്ച് മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ നിൽക്കുന്നതാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഡോക്ടറെ കാണണോ അല്ലെങ്കിൽ ഹോം റെമഡീസ് ട്രൈ ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കാം. ആദ്യം തന്നെ നമുക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വജൈനൽ ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്താണ്, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതിനുശേഷം നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണയായിട്ടും സ്ത്രീകളിൽ തന്നെയാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത്. എന്ന് വെച്ച് പുരുഷന്മാരിൽ ഉണ്ടാവാറില്ല എന്നല്ല, പുരുഷന്മാരിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറയുന്നത് നമ്മുടെ അശ്രദ്ധ മൂലം തന്നെയാണ്. അപ്പൊ എന്തൊക്കെ റീസൺസ് കൊണ്ട് ഈ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ നമുക്ക് വരാമെന്ന് നോക്കാം. മെയിനായിട്ട് നമ്മൾ ഒരുപാട് സ്ട്രെസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനെ പല കാരണങ്ങളും കൊണ്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രെസ് നമുക്ക് ഈ ഒരു ഈസ്റ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള കാരണമാവാറുണ്ട്. നമ്മുടെ വജൈനൽ ഭാഗത്ത് സാധാരണഗതിയിൽ കുറച്ച് ബാക്ടീരിയാസ് ഉണ്ടാവാറുണ്ട്. എന്ന് വെച്ചാൽ നല്ല ബാക്ടീരിയ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ആ വജൈനൽ ഭാഗത്ത് pH ബാലൻസ് ചെയ്യുന്നതിനും നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ബാക്ടീരിയയുടെ കൂട്ടം അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബാക്ടീരിയയുടെ ഒരു ബാലൻസ് തെറ്റി ആ ബാക്ടീരിയയുടെ കൗണ്ട് കുറഞ്ഞിട്ട് ചീത്ത ബാക്ടീരിയാസിന്റെ എണ്ണം കൂടുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള റീസൺസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്. ചില അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ആന്റിബയോട്ടിക്സ് ഒക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കഴിച്ച് വരുന്ന സമയത്ത് നമ്മുടെ വജൈനൽ ഭാഗത്തുള്ള ബാക്ടീരിയാസിന്റെ കൗണ്ട്, നല്ല ബാക്ടീരിയാസിന്റെ കൗണ്ട് കുറഞ്ഞിട്ട് മോശം ബാക്ടീരിയാസിന്റെ കൗണ്ട് കൂടാറുണ്ട്. അതുപോലെ മറ്റൊരു റീസൺ ആണ് നമ്മൾ വെറ്റായിട്ടുള്ള അണ്ടർവെയർസ് ഒരുപാട് നേരം ധരിച്ചിരിക്കുക എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ നനഞ്ഞ ഭാഗത്തൊക്കെയാണല്ലോ ഈ പൂപ്പലും അണുബാധയും ഒക്കെ ഉണ്ടാകുന്നത്. അത് തന്നെ കാരണം. നമ്മൾ നനഞ്ഞ ഒരു അണ്ടർവെയർ ഒരുപാട് നേരം ധരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു ഭാഗത്ത് നല്ല ബാക്ടീരിയാസിന് പകരം മോശം ബാക്ടീരിയാസ് ഇൻക്രീസ് ആവുന്നു. അടുത്തതായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഈ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഒക്കെ കഴിക്കുന്നതാണ്. അതായത് നമ്മൾ ഗർഭനിരോധനത്തിന് വേണ്ടിയിട്ടുള്ള ഗുളികകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിട്ട് തന്നെ ആയിരിക്കും നമ്മൾ കഴിക്കുന്നത്. എന്നാലും നമ്മൾ ഒരുപാട് നാൾ അത് കഴിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വജൈനൽ ഭാഗത്തൊക്കെ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് ആണ്. ഹോർമോണൽ ഇംബാലൻസ് കൂടുതലായിട്ടും പ്രഗ്നൻസിയുമായിട്ട് സംബന്ധിച്ചിട്ടായിരിക്കും. നമ്മൾ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് പല രീതിയിലുള്ള ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഹോർമോൺ ചേഞ്ചസ് നമ്മുടെ ശരീരത്ത് ഈ ഒരു രീതിയിലൊക്കെ ചിലപ്പോൾ റിയാക്ട് ചെയ്തെന്നിരിക്കും. അതായത് വജൈനൽ ഭാഗത്ത് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഇച്ചിങ്ങോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് ചില സിംറ്റംസ് ഒക്കെ വരാറുണ്ട്. അടുത്തതായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് കെമിക്കൽ അടങ്ങിയിട്ടുള്ള സോപ്പ് ഉപയോഗിക്കുക അല്ലെങ്കിൽ സ്പ്രേ യൂസ് ചെയ്യുക. ഇപ്പോൾ വജൈനൽ ഭാഗത്ത് സ്മെല്ലുണ്ടെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ പെർഫ്യൂംഡ് ആയിട്ടുള്ള സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള വജൈനൽ വാഷ് ഒക്കെ യൂസ് ചെയ്യുക. എല്ലാവരുടെയും സ്കിൻ അത് അക്സെപ്റ്റ് ചെയ്തു എന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്തും ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റിയാക്ഷൻ ആയിട്ടും വജൈനൽ ഇച്ചിങ് അല്ലെങ്കിൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ വരാറുണ്ട്. ഇനി അടുത്തതായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഒരുപാട് പേർക്ക് ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും. ചിലപ്പോൾ നമ്മൾ യോനി ഭാഗത്തെ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള ക്രീംസ് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ബ്ലേഡ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ അലർജി ആയിട്ടും നമുക്ക് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഇച്ചിങ്ങോ ഒക്കെ വരാറുണ്ട്.
അത് നമ്മൾ സ്വന്തമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ചൊറിച്ചിലുണ്ടായതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴിയെന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ആ ഒരു പ്രശ്നം നമ്മുടെ ഹോം റെമഡിയിലൂടെ കൺട്രോൾഡ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ടിട്ട് ആ ഒരു പ്രശ്നം നമ്മൾ നിശേഷം മാറ്റാനായിട്ട് ശ്രമിക്കണം. പുറത്ത് പറയാനായിട്ടൊക്കെ മടിച്ച് നാണക്കേടൊക്കെ ആലോചിച്ചിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യമാണ് ഇല്ലാതാവുന്നത്. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക. അല്ലെങ്കിൽ ചെറിയൊരു രീതിയിലുള്ള സിംറ്റം ഒക്കെ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഹോം റെമഡി ഉപയോഗിച്ചിട്ട് ട്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ നോക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് മുതിർന്ന സ്ത്രീകൾക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അതായത് ചിലർക്ക് മെനോപോസ് ഒക്കെ എത്താറായവർക്കോ അല്ലെങ്കിൽ എത്തിയവർക്കോ ഒക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ചിലപ്പോൾ അവർക്ക് ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖം ഉള്ളത് കൊണ്ടായിരിക്കും. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളവർക്കുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഉണങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ വജൈനൽ ഭാഗത്ത് ചൊറിച്ചിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ചൊറിയുന്നുണ്ടാവാം, അല്ലെങ്കിൽ അല്ലാതെ തന്നെ അവിടുത്തെ സ്കിന്നൊക്കെ റിമൂവ് ആവുകയോ പൊട്ടുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ കൂടുതലായിട്ടും അങ്ങനെ ഡയബറ്റിക് ഒക്കെ ആയിട്ടുള്ളവർക്കാണ് മുതിർന്ന സ്ത്രീകളിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കാറുണ്ട്. ഇനി അടുത്തതായിട്ട് ചെറിയ കുട്ടികൾക്ക് എങ്ങനെയാണ് ഈസ്റ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഈ വജൈനൽ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവുന്നത് നോക്കാം. അവർക്ക് കൂടുതലായിട്ടും വരുന്നത് ഈ നനഞ്ഞ അടിവസ്ത്രം ധരിച്ച് ഒരുപാട് നേരം ഇരിക്കുക, അല്ലെങ്കിൽ ഒരുപാട് നേരം മൂത്രം ഒഴിക്കാതെ ചിലപ്പോൾ കളിയിലോ അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ മാത്രമായിരിക്കും അവർ മൂത്രം ഒഴിക്കുന്നത്. അങ്ങനെയൊക്കെ പിടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. കൊച്ചു കുട്ടികളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഹോം റെമഡി ട്രൈ ചെയ്യാനായിട്ട് നിൽക്കരുത്. എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിച്ചിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതിന്റെ റീസൺസ് ഒക്കെ ഏകദേശം ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഇതിന്റെ സിംറ്റംസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരുപാട് വേഴ്സ് ആണോ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സിംറ്റംസ് വെച്ചിട്ട് നമ്മൾ അത് തിരിച്ചറിയണം. മെയിൻ ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത് റെഡ്നെസ് അല്ലെങ്കിൽ സ്വെല്ലിംഗ് ആണ്. ഈ ഈസ്റ്റ് ഇൻഫെക്ഷൻ ഒരുപാട് കൂടി പോകുന്ന ഒരു അവസ്ഥയിലാണ് ഈ സ്വെല്ലിംഗ് അല്ലെങ്കിൽ റെഡ്നെസ് ഒക്കെ ഉണ്ടാവുന്നത്. ചെറിയൊരു റെഡ്നെസ് അല്ല, നല്ല രീതിയിൽ ചുമപ്പ് കളറോ അല്ലെങ്കിൽ നല്ല രീതിയിൽ നീര് വെച്ചതുപോലെയോ ഒക്കെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ നമ്മൾ വൈകരുത്. എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ടിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അടുത്തൊരു സിംറ്റം എന്ന് പറയുന്നത് പെയിൻഫുൾ യൂറിനേഷൻ ആണ്. യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ വേദനയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാകുന്നതിന്റെ ഒരു സിംറ്റം ആണ് നമുക്ക് മൂത്രം ഒഴിക്കുന്ന സമയത്ത് വേദന ഉണ്ടാവുക എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വജൈനൽ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഡിസ്ചാർജ് നോക്കിയിട്ടും ഇതിന്റെ ഒരു ലക്ഷണങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നോർമലി നമുക്കൊരു വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട്. വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കളർലെസ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട് നോർമൽ ആയിട്ടുള്ളവർക്ക്. ഡിസ്ചാർജ് ഉണ്ടാവണമെന്ന് നിർബന്ധവുമില്ല, എന്നാലും ചിലർക്കൊക്കെ ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്ചാർജിന്റെ കളർ നോക്കിയിട്ട് നമുക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ചാർജിന്റെ കളർ ഒരു ഗ്രേ കളർ അല്ലെങ്കിൽ ഒരു തൈര് പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ ഉള്ള ഡിസ്ചാർജ് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഈസ്റ്റ് ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മുടെ വജൈനൽ ഭാഗത്ത് ബാഡ് സ്മെല്ല് വരുന്നുണ്ടെങ്കിലും അത് ഈസ്റ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിലുള്ള ഒരു ഇൻഫെക്ഷന്റെ ലക്ഷണമാണ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ കളർ ചേഞ്ചോ എന്തെങ്കിലും നീരോ മൂത്രം ഒഴിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോം റെമഡീസിനൊന്നും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ് ചെയ്ത് മാറ്റാനായിട്ട് ശ്രമിക്കണം. ഇനി നമുക്ക് ഓരോ ഹോം റെമഡീസ് ആയിട്ട് നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിലൊക്കെ തൈര് ഉണ്ടാവും. ഈ തൈര് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ തൈര് പ്ലെയിൻ ആയിട്ടുള്ള തൈര് നമ്മൾ 3 നേരം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആഹാരത്തിന്റെ കൂടെ തന്നെ കഴിക്കണമെന്നില്ല. ചിലർക്ക് തൈര് ആ രീതിയിൽ കഴിക്കുന്നത് ഇഷ്ടമായിരിക്കും. അപ്പോൾ അതുപോലെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷെ തൈര് കഴിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് തൈരും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കരുത്. മാക്സിമം നമ്മൾ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഷുഗർ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് കഴിക്കുക. എല്ലാ ഫുഡിന്റെ കാര്യത്തിലും, ഇപ്പൊ തൈരിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് ഫുഡ് കഴിക്കുമ്പോഴും മാക്സിമം ഷുഗർ കണ്ടന്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ ശരീരത്തിൽ പഞ്ചസാര കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ കുറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തൈര് കഴിക്കുക, പഞ്ചസാര ഇട്ട് കഴിക്കാൻ നിൽക്കരുത്. ഇതേ തൈര് നമുക്ക് വജൈനൽ ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ അപ്ലൈ ചെയ്യാനല്ല, പുറം ഭാഗത്ത് മാത്രമായിട്ട് അപ്ലൈ ചെയ്യുക. അതൊരു 5-10 മിനിറ്റ് അങ്ങനെ വയ്ക്കുന്നത് ചൊറിച്ചിലിനും നീറ്റലിനും ഒക്കെ നല്ല രീതിയിലുള്ള ആശ്വാസം കിട്ടും. രണ്ടാമത്തെ ഹോം റെമഡി എന്ന് പറയുന്നത് അലോവേര അപ്ലൈ ചെയ്യുന്നതാണ്. അലോവേര ജെല്ല് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത് അപ്ലൈ ചെയ്യണ്ട. നമ്മുടെ വീട്ടിൽ അലോവേര ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്ത് വെച്ചിട്ട് അതിലൊരു മഞ്ഞ കളർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ മാറ്റിയതിന് ശേഷം നല്ല പ്യൂർ ആയിട്ടുള്ള അലോവേര ജെല്ല് എടുക്കുക. അത് നമ്മുടെ വജൈനൽ ഏരിയയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇൻഫെക്ഷൻ ഒക്കെ കുറഞ്ഞു കിട്ടും. അതുപോലെ നല്ല രീതിയിൽ ചൊറിച്ചിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ കുറയാനൊക്കെ അലോവേര ജെല്ല് ഹെൽപ്പ് ചെയ്യും.
അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്നത് ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുക എന്നുള്ളതാണ്. പ്ലെയിൻ ആയിട്ടുള്ള ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം വാഷ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നുകിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക പ്ലെയിൻ ആയിട്ടുള്ള ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യാനാണ്. സോപ്പൊന്നും ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാനല്ല, പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യാൻ മാത്രമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ചിലർക്ക് ഉപ്പിന്റെ കാര്യം ഞാൻ എടുത്തു പറയാത്തത്, ചിലരുടെ സ്കിന്നിൽ നീറ്റൽ കൂടാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അത് നമ്മൾ ഓരോരുത്തരും യൂസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ചിലർക്ക് ചെറിയ ഉപ്പുവെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുമ്പോഴായിരിക്കും നല്ലൊരു ആശ്വാസം കിട്ടുക. ചിലർക്ക് ബേക്കിംഗ് സോഡ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുമ്പോൾ നല്ല ആശ്വാസം കിട്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ തന്നെ യൂസ് ചെയ്ത് കണ്ടുപിടിക്കണം. നമുക്ക് പ്ലെയിൻ ആണോ അല്ലെങ്കിൽ സോൾട്ട് വാട്ടർ ആണോ ബേക്കിംഗ് സോഡ വാട്ടർ ആണോ നമുക്ക് യൂസ്ഫുൾ ആവുക എന്നുള്ളത് നമ്മൾ സ്വയം തന്നെ കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ട്രയൽ ആൻഡ് ടെസ്റ്റ് ഒന്നും നടത്താൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുക. പിന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് ആപ്പിൾ സിഡർ വിനെഗർ കുടിക്കുക എന്നുള്ളത്. അത് പ്ലെയിൻ ആയിട്ട് കുടിക്കുകയല്ല, ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 3 നേരം, ഒരു ദിവസം 3 നേരം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ വജൈനൽ ഭാഗത്തുള്ള ചൊറിച്ചിലൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും. ഇതേ സെയിം ആപ്പിൾ സിഡർ വിനെഗർ നമുക്ക് വജൈന വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതായത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം അതിലൊരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ ഉപയോഗിക്കുക. അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ വജൈന വാഷ് ചെയ്യുന്നതും ഇച്ചിങ്ങും ബേണിങ്ങും ഒക്കെ കൺട്രോൾഡ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ടുള്ളൊരു ഹോം റെമഡി എന്ന് പറയുന്നത് എയർ ഡ്രൈ ചെയ്യുക, അല്ലെങ്കിൽ വായു നന്നായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട്, വായുവുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കൊരു സർജറി ഒക്കെ കഴിഞ്ഞതാണെങ്കിൽ പോലും ആ ഒരു തുന്നലൊക്കെ ഉള്ള ഭാഗത്ത് ഉണങ്ങാനായിട്ട് ഡോക്ടേഴ്സ് ഒക്കെ പറയാറുണ്ട് കാറ്റൊക്കെ തട്ടിക്കണം എന്ന് പറയാറില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ ഏത് സമയവും ഈ ടൈറ്റ് ആയിട്ടുള്ള അണ്ടർവെയർസ് ഒക്കെ ഇട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴെങ്കിലും നമ്മളൊന്ന് എയർ ഡ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് പകലോ രാത്രിയോ എപ്പോഴാണോ നമുക്ക് കൺവീനിയന്റ് ആയിട്ട് ടൈം കിട്ടുന്നത് ആ സമയത്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ടൊന്ന് എയർ തട്ടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്തതായിട്ടുള്ള ഒരു ഹോം റെമഡി എന്ന് പറയുന്നത് വെർജിൻ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് വലിയ വീര്യം കൂടിയ സോപ്പൊന്നും ഉപയോഗിച്ചിട്ട് അതിന് ശേഷം വാഷ് ചെയ്യരുത്. നമുക്ക് മൈൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും സോപ്പ് മാത്രം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുക. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോൾ ചിലർ ചെയ്യുന്നതാണ് വൃത്തിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വട്ടം സോപ്പ് ഉപയോഗിച്ചിട്ടൊക്കെ കഴുകും. അപ്പൊ മനസ്സിലും അങ്ങനെ സോപ്പൊക്കെ ഇട്ട് ഒരുപാട് വട്ടം കഴുകണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ കോക്കനട്ട് ഓയിലിന്റെ കാര്യം ചെയ്യാതിരിക്കുക. ബാക്കി നമ്മുടെ ഹോം റെമഡീസ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒക്കെ ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്തതിന് ശേഷം വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുത്താൽ മതി. അല്ലാതെ ഒരുപാട് ഹാർഷ് ആയിട്ടുള്ള സോപ്പൊന്നും ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യരുത്. ഇതുപോലെയുള്ള ഒരുപാട് ഹോം റെമഡീസ് ഒക്കെ ഉണ്ട്. നമ്മൾ വെളുത്തുള്ളിയുടേതും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട്, പക്ഷെ അതൊന്നും അങ്ങനെ പറഞ്ഞു തരാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് എനിക്കില്ല. കാരണം ഈ പറഞ്ഞ ഹോം റെമഡീസ് ഒക്കെ നമുക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കേട്ട് പരിചയമുള്ള കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നില്ല. ഇപ്പം ചിലർ വെളുത്തുള്ളിയുടെ നീരെടുത്ത് വെച്ചിട്ട് വാഷ് ചെയ്യാനോ അല്ലെങ്കിൽ ഡെറ്റോൾ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാനോ ഒക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. ഡെറ്റോൾ ഉപയോഗിച്ചിട്ട് കുളിക്കാനും വജൈനയുടെ ഭാഗത്ത് വാഷ് ചെയ്യാനും ഒക്കെ പറയുന്നവരുണ്ട്. പക്ഷെ എത്രത്തോളം അതിനൊക്കെ റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇനി ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ് വാൽക്കങ്ങാടി.